മൂന്ന് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഒരു ചെറിയ റൂമിൽ ആരംഭിച്ച കമ്പനി അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ കമ്പനികളിൽ ഒന്നായിട്ട് മാറിയ ഒരു അതിശയകരമായ കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു എൻട്രി. മൈ നെയിം ഈസ് മുഹമ്മദ് ഷാദ്. വർഷം 1993. അമേരിക്കയിലുള്ള ഒരു മൂന്ന് സുഹൃത്തുക്കൾ ജെൻസൺ ഹോങ്, ക്രിസ് മലച്ചോസ്കി, കേർട്ടിസ് പ്രേം. അവരുടെ ചർച്ചയിൽ ഒരു കാര്യം വരികയാണ്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇനി പേഴ്സണൽ കമ്പ്യൂട്ടിങ്ങിൻ്റെതാണ് എന്നുള്ള രീതിയിൽ അവർക്കിടയിൽ ഒരു ചർച്ച വരികയാണ്. ആ സമയം നിങ്ങൾ മനസ്സിലാക്കണം, ഈ 90കൾ എന്ന് പറയുന്ന സമയത്ത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ശൈശവ കാലഘട്ടമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു സമയത്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസുകൾക്ക് വേണ്ടി അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു അന്ന് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ജെൻസൺ ഹ്വാങ്ങിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലൂടെ ഒരു വലിയ ഒരു മേഖല തുറന്നു വരാൻ പോവുകയാണ്. അത് എൻ്റർടൈൻമെൻറ്റ് മേഖലയാണെന്നുള്ളത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇന്ന് ലോകത്തിൽ ഇതിന് ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് ലോകത്തിലെ ഗെയിമിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അത്രയധികം ബൂമുള്ള അല്ലെങ്കിൽ അത്രയധികം പൊട്ടൻഷ്യലുള്ള ഒരു മേഖലയാണ് അത്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് കമ്പ്യൂട്ടറുകൾ വരുന്ന സമയത്ത് കമ്പ്യൂട്ടർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നെന്ന് പറയുന്നത് ഇത് പ്രോസസ്സ് ചെയ്യാൻ പാകത്തിലുള്ള ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകളുടെ ആവശ്യം വരും എന്നുള്ളത് അദ്ദേഹം നേരത്തെ മനസ്സിലാക്കുകയാണ്. ജെൻസൺ ഹ്വാങ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ കൂടെയുള്ള ഏറ്റവും വിഷണറി ആയിട്ടുള്ള ലീഡർ എന്ന് പറയുന്നത്. ഇവർ മൂന്ന് പേരുമാണെങ്കിലും ജെൻസൺ ഹ്വാങ് ആണ് ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കമ്പനിയുടെ നേതൃത്വത്തിലേക്കും ഇപ്പോൾ അതിൻ്റെ CEO ഒക്കെ ആയിട്ടുള്ളത് അദ്ദേഹമാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ജെൻസൺ ഹ്വാങ്ങിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഇത് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഗെയിമിംഗ് ഇൻഡസ്ട്രിയും എൻ്റർടൈൻമെൻറ്റ് മേഖലയും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള GPUകൾ അഥവാ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അവരൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വളരെ ചെറിയൊരു റൂമിൽ 3 പേര് ചേർന്നുകൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിലെ ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. വളരെ ബുദ്ധിമുട്ടിയതിന് ശേഷമാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിക്കുന്നത്. $40,000, വെറും $40,000 മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവർക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ലഭിക്കുന്നത്. എന്നാൽ ആ ഒരു കിട്ടിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തന്നെ അവരെന്ത് ചെയ്യുകയാണ്, അവരുടെ R&D വളരെ ശക്തമാക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ പ്രൊഡക്റ്റ് അവർ പുറത്തിറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അവരുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് NV1 എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. സേഗ എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ടുള്ളൊരു കൺസോളായിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ NV1 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി ഒരു ഫെയിലിയർ ആയിരുന്നു. പലപ്പോഴും നമുക്കറിയാം, ലോകത്തിലെ വിസ്മയിപ്പിച്ച പല പ്രൊഡക്റ്റുകളുടെയും ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് പരാജയപ്പെട്ടു പോയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് പൂർണ്ണമായിട്ടും ഒരു പരാജയമായിട്ട് മാറി. ഇത് എന്ത് ചെയ്തിട്ടില്ല, ഇത് വർക്കായില്ല എന്നുള്ളത് അവർക്ക് വലിയ രീതിയിൽ അവരെ സാമ്പത്തികമായിട്ടും അല്ലാതെയും അത് ബാധിച്ചു എന്നുള്ളതാണ് കാര്യം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകളും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോയിരുന്നു. എന്നാൽ ആദ്യത്തെ പ്രൊഡക്റ്റ് തന്നെ അവരെന്ത് ചെയ്യാണ്, അവർ പരാജയപ്പെടുകയാണ് എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പിന്നീട് അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ട് കൃത്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് അവർ വീണ്ടും പരിശ്രമിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് മുമ്പ് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആ സമയത്ത് സ്റ്റാഫിന് സാലറി കൊടുക്കാൻ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സ്വന്തമായിട്ട് സാലറി പോലും എടുത്തിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നത്. അപ്പം ആ ജെൻസൺ ഹ്വാങ്ങും അതേപോലെ ക്രിസ് മലച്ചോസ്കിയും ക്രിസ് ജെഫേഴ്സനൊക്കെ ചേർന്നുകൊണ്ട് ആ സംരംഭത്തെ മുന്നോട്ട് നയിക്കുകയാണ്. അത് വളരെ ശക്തമായ രീതിയിൽ 1997 അവരവരുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് RV128 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് എടുക്കുകയാണ്. അത് 100% സക്സസ് ആയി എന്ന് മാത്രമല്ല, അത് അവർക്ക് വലിയൊരു ബൂമാണ് നൽകിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അത് അവർക്കൊരു ബ്രേക്ക് നൽകി എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ NVIDIA നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയായിട്ടുള്ള NVIDIA കമ്പനിയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ NVIDIA കമ്പനിയുടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അതിൻ്റെ ഒരു ജേണി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2 പ്രധാനപ്പെട്ട ബൂമാണ് അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട മൈൽ സ്റ്റോണുകളാണ് ഈ കമ്പനിയിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ പറഞ്ഞ 1997 RV128 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അവർക്ക് ഒരുപാട് ഓർഡർ ലഭിക്കാനും അതേപോലെ തന്നെ ഈ മേഖലയിൽ അവരുടെ സാന്നിധ്യം അറിയിക്കാനും അവരെ വളരെയധികം സഹായിച്ചു. ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റിൽ ഒരുപാട് വെല്ലുവിളികൾ അവർ നേരിടുന്നുണ്ട്. എസ്പെഷ്യലി ഇന്റൽ പോലുള്ള കമ്പനികൾ, 3DFX പോലുള്ള കമ്പനികളൊക്കെ ആ സമയത്ത് വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള കോമ്പറ്റീഷൻ അവർക്ക് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കാം. എന്നാൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഏറ്റവും മികച്ച ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ ഈ മേഖലയിൽ അധികാരന്മാരായി മാറാൻ പറ്റുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസമായിരുന്നു. ജെൻസന്റെ ഏറ്റവും ഉറച്ച വിശ്വാസം അത് തന്നെയായിരുന്നു. അങ്ങനെ 1997
വർഷം 1999 ജെൻസൺ ഹാങ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജേണിയിലെ ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ സംഭവിക്കുകയാണ്. GeForce 256 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് അദ്ദേഹം പുറത്തിറക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ GPU എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു GPU എന്ന് പറയുന്നത് എൻവിഡിയ കമ്പനിയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ കമ്പനിയിലെ ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതോടുകൂടി അവർ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റിൽ അധികായന്മാരായിട്ട് മാറുകയാണ്. ആ കമ്പനി എന്ന് പറയുന്നത് ലോകം മുഴുവൻ അവർക്ക് എന്ത് ചെയ്യാണ്, അവരുടെ ഉപഭോക്താക്കളായിട്ട് മാറുകയാണ്. ആ കമ്പനിയുടെ വളർച്ച ശരവേഗത്തിലായി മാറി എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അതേ വർഷം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വന്നതിന് ശേഷമാണ് അവരുടെ IPO നടക്കുന്നത്. കേവലം 3 പേര് ചേർന്ന് ഒരു ചെറിയ ഒരു റൂമിൽ ഒരു കുടിസുമുറിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഇന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു GeForce എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കൂടി വന്നതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, IPOയിലേക്ക് കടക്കാൻ സാധിക്കുകയാണ്. വലിയ പ്രതികരണമാണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാര്യം ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലോകത്തെ മാറ്റിമറിക്കും, അത്രയും വിപ്ലവകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അതിൽ വിശ്വസിക്കുകയാണ്. അപ്പോൾ ആ ഒരു IPO എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡ് സക്സസ് തന്നെയായിരുന്നു കമ്പനിയുടെ വളർച്ച. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കണം, അത് കേവലം ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ളതിനപ്പുറത്ത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലോകം നിയന്ത്രിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ടെക് കമ്പനികളിൽ ഒന്നായിട്ട് അന്നത്തോടു കൂടി എൻവിഡിയ മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഓക്കെ, അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയാണ്. ഒരുപാട് പ്രതിസന്ധികൾ അവരെ നേരിടുന്നുണ്ട്. പല കോടതി വ്യവഹാരങ്ങളിൽ അവരകപ്പെടുന്നുണ്ട്. പല രീതിയിലുള്ള ടെക്നിക്കലായിട്ടുള്ള പല കാരണങ്ങൾ, പല പ്രശ്നങ്ങളും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ കാലഘട്ടത്തിലൊക്കെ നേരിടുന്നുണ്ട്. പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് 2006 ഓക്കെ, 1999 GeForce 256 അവരെ ആ മേഖലയിലെ ഒരു നമ്പർ 1 ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നീടൊരു ബ്രേക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് 2006 സംഭവിച്ചിട്ടുണ്ടായിരുന്ന CUDA എന്ന് പറയുന്ന കമ്പ്യൂട്ട് യൂണിഫൈഡ് ഡാറ്റ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തെടുക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സിസ്റ്റം എന്താണെന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. CUDA എന്ന് പറയുന്ന കമ്പ്യൂട്ട് ആൻഡ് യൂണിഫൈഡ് ഡാറ്റ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തതോടുകൂടി പുതിയൊരു റെവല്യൂഷനിലേക്കാണ് ലോകം കിടക്കുന്നത്. ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് അവരൊരു കമ്പനി എന്ന് പറയുന്നത് എൻവിഡിയ എന്ന് പറയുന്ന കമ്പനി കേവലം ഒരു പ്രോസസ്സിംഗ് ഗ്രാഫിക്സ് കമ്പനി എന്നുള്ളതിനപ്പുറത്തേക്ക് അവരെന്ത് ചെയ്യാണ്, അവരുടെ കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇനേബിൾ ചെയ്യുന്ന കമ്പനിയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. അതിന് ഏറ്റവും അധികം അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ CUDA എന്ന് പറയുന്ന, അല്ലെങ്കിൽ CUDA എന്ന് നമുക്ക് ഓമന പേരിട്ട് വിളിക്കാവുന്ന ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തതോടു കൂടിയാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ലോകം മുഴുവൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, 2006 സമയങ്ങളിലൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊന്നും നമ്മളിപ്പോൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അങ്ങനെ ഒരു വാക്ക് പോലും നമ്മൾ ഉച്ചരിച്ചിട്ടുണ്ടാവില്ല അല്ലേ. എന്നാൽ 2006 തന്നെ ഇങ്ങനെ ഒരു സിസ്റ്റം വരാൻ പോകുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇനി ഫ്യൂച്ചർ എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇതേ വിഷയം തന്നെയാണ് 1993 ഈ കമ്പനി ആരംഭിക്കുന്ന സമയത്ത് ഗെയിമിംഗ് ഇൻഡസ്ട്രി വരുമെന്നും അവിടെ GPUകളുടെ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ അദ്ദേഹം തന്നെ ഇവിടെ വീണ്ടും എന്ത് ചെയ്യാണ്, അപ്ഡേറ്റഡ് ആയിട്ട് വളരെ വിഷനറി ആയിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെതാണ് എന്നുള്ളത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ്ല പോലുള്ള കമ്പനികൾ ഡ്രൈവർ സിസ്റ്റം ഉള്ള കാറുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, മെർസിഡസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ഡിവൈസുകൾ സപ്ലൈ ചെയ്യുന്നത് ഇന്ന് എൻവിഡിയാണ് കാണാൻ സാധിക്കും. ഇന്ന് ലോകത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് ChatGPT. നമുക്ക് എല്ലാവർക്കും അറിയാം ChatGPT എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഉപയോഗമുള്ള സോഫ്റ്റ്വെയറായി മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ChatGPT പോലും പ്രവർത്തിക്കുന്നത് എൻവിഡിയയുടെ GPUകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ളത് അറിയുമ്പോഴാണ് ഇവരുടെ ഒരു വിഷൻ എത്രത്തോളം ദീർഘവീക്ഷണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പല രീതിയിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുകൾ നടക്കുകയാണ്. എവിടെ ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റുകൾ നടക്കുകയാണെങ്കിലും അവിടേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യാൻ പോകുന്നത് എൻവിഡിയ എന്ന് പറയുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെയാണ് എൻവിഡിയ എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് റോക്കറ്റ് വേഗത്തിലാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ വിപണി മൂല്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗദി അരാംകോ, അതേപോലെ തന്നെ ടെസ്ല, അതേപോലെ ഗൂഗിള്, മെറ്റ തുടങ്ങിയ എല്ലാ കമ്പനികളെയും പിന്നിലാക്കിക്കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയും $4 ട്രില്യൺ, അതായത് ഇന്ത്യൻ GDPയേക്കാൾ ഉയർന്ന തരത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു കമ്പനിയുടെ മൂല്യം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത് എത്രത്തോളം വലുതായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കഥയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ 3 സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ചിട്ടുള്ള വളരെ ചെറിയൊരു കമ്പനിയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനികൾ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളെക്കാൾ ഉയർന്ന GDPയേക്കാൾ കൂടുതൽ വരുമാന മൂല്യമുള്ള ഒരു കമ്പനിയായിട്ട് എൻവിഡിയ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള
ജെൻസൺ ഹ്വാങ്ങിൻ്റെയും അതേപോലെ തന്നെ ക്രിസ് മലച്ചോസ്കിയുടെയും അതേപോലെ തന്നെ ക്രിസ് ജെഫേഴ്സിൻ്റെയൊക്കെ ആ ഒരു വിഷനറി ആയിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയായിരിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും അവരുടെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ഹ്യൂമനോയിഡ് റോബോട്ടുകൾ, അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ നമ്മൾ ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുന്ന ഡയഗ്നോസിങ് GPUകളൊക്കെ അവരുടെ നിർമ്മാണത്തിൻ്റെ പണിപ്പുരയിലാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ലോകത്തിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ ഒരു വലിയ അതികായനായിട്ട് മാറാൻ NVIDIAക്ക് കഴിഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ ഈ മൂല്യമേറിയ കമ്പനി എന്ന് പറയുന്ന സ്ഥാനം ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതേപോലെ നിലനിന്ന് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹം ഇപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവിയിലേക്കുള്ള പദ്ധതികൾ എന്ന് ആലോചിക്കുന്ന സമയത്ത് നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത കാര്യമാണ്. കാര്യം 1993 കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഒരു ഗെയിമിംഗ് റെവല്യൂഷൻ സംഭവിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതുപോലെ തന്നെ 2006 തന്നെ അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് തിരിച്ചറിഞ്ഞതുപോലെ ഇന്ന് അദ്ദേഹം എന്ത് ചിന്തിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ തല പുകഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഥ, NVIDIAയുടെ കഥ നമ്മൾ ഈ ഒരു ചർച്ചയ്ക്ക് എടുക്കാനുള്ള ഒരു പ്രധാന കാരണം ഒരുപക്ഷെ ഇലോൺ മസ്കിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇലോൺ മസ്ക് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വിഷനറി ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് ചൊവ്വയിലും അതേപോലെ തന്നെ ചൊവ്വയിലൊക്കെ മനുഷ്യ താമസമൊക്കെ എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന്. എന്നാൽ അപ്പോഴൊക്കെ നമ്മൾ അറിയാതെ പോകുന്ന ലോകത്തിൻ്റെ ഇതേപോലുള്ള ചില വ്യക്തികളുണ്ട്. ഞാൻ എടുത്തു പറയുന്നത് ജെൻസൺ ഹ്വാങ്ങിനെ പോലെ വിഷനറി ആയിട്ടുള്ള ആളുകൾ, ലോകത്തെ മാറ്റിമറിക്കാൻ, ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ടെക്നോളജിക്കലി മുന്നോട്ട് അഡ്വാൻസ്ഡ് ആക്കാൻ സഹായിക്കുന്ന ഇതേപോലുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയണം. സോ NVIDIA എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ കഥ എന്ന് പറയുന്നത് അതിശയകരമായ ഒരു കഥ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കഥയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. എത്ര ചെറുതാണെങ്കിൽ പോലും നമ്മുടെ ആശയങ്ങൾ ശക്തമാണെങ്കിൽ വലിയ വിജയങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വിഷനറി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ നമ്മളുടെ സംരംഭങ്ങൾ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ വലിയൊരു ബൂം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബൂമിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ അപ്സ്കിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻട്രിയിൽ നമ്മൾ എംബഡഡ് സിസ്റ്റം പോലുള്ള ഒരുപാട് മേഖലകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്സ്കില്ലിംഗ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പം ഈ ഒരു കഥ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലോകത്തെ മാറ്റിമറിച്ച NVIDIA കമ്പനിയുടെ അതിശയകരമായ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.